ശരിക്കും പറഞ്ഞാൽ കല്യാങ്കാട്ട് നീലി എന്നൊക്കെ പറയുന്ന നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ചില സങ്കല്പങ്ങളും അതിനെ ഈ പ്രകൃതി അല്ലെങ്കിൽ ആ ഭൂമി എത്രമാത്രം ഉണർത്തുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ 5 പടികൾ കയറിയിട്ട് ഈ ചെറിയ ഡോറാണ്. ചെറിയ ഡോർ ഇങ്ങനെ അകത്തേക്ക് തുറക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ ചെറിയ ഡോർ അകത്തേക്ക് ഇങ്ങനെ തുറന്നു. അപ്പോൾ തുറന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കൽവിഗ്രഹമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വലിയ കൗതുകം തോന്നി. ഞാൻ നല്ല എൻ്റെ മനസ്സ് പറഞ്ഞ് നല്ല സുന്ദരിയായ ഒരു വിഗ്രഹം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഈ എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചില്ല, എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് തുള്ളിയാലെന്തെന്ന് തോന്നി. എൻ്റെ ബോഡി അത്രയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നുള്ളിയൊക്കെ നോക്കിയപ്പോൾ ഞാൻ നല്ല ബോധത്തിലാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അപ്പോൾ അദ്ദേഹം നടന്നിങ്ങനെ വന്നിട്ട് ചോദിച്ചിട്ട് അടയ്ക്കട്ടോ എന്ന് ചോദിച്ചു, തമിഴിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് അടയ്ക്കുന്നതിൽ വലിയ കൗതുകമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഈ അടച്ചിട്ട് ഈ കൊളുത്ത് അവിടെ പൂട്ടില്ല, ഈ കൊളുത്ത് ഇങ്ങനെ പിടിച്ചിടയാണ്. അപ്പോൾ മൊയ്ത 100% വിശ്വസിക്കുക, ഇദ്ദേഹം ഇങ്ങനെ ഈ അടച്ച് കൊളുത്ത് ഇങ്ങനെ പിടിച്ചിട്ടു. ഞങ്ങൾ നിലവിളിക്കുന്ന രീതിയിൽ ഈ ലോക്ക് ഇങ്ങനെ വീണിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ശബ്ദത്തോടു കൂടി ഏതാണ്ട് ഒരു 10-15 അടി ദൂരത്തേക്ക്, അതായത് 5 പടികൾ കയറിയാണ് ഈ മുകൾ ഭാഗം, അവിടെ നിന്ന് 10-15 അടി ദൂരത്തേക്ക് ഇദ്ദേഹം തെറിച്ച് വീണു. മോചിതയുടെ യാത്രകൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു? അത് ശരിക്കും ഉത്തരം പറയാനാവില്ല, കാരണം ജന്മജന്മാന്തരങ്ങളായി നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ യാത്ര ആരംഭിക്കുന്ന ഉദയാമൃതത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഉദയാമൃതത്തിൻ്റെ യാത്രകൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്? കന്യാകുമാരിയിൽ നിന്നാണ്. അതിനെന്തായിരുന്നു കാരണം എന്നല്ലേ? കന്യാകുമാരി എന്ന ദേശത്തെക്കുറിച്ച് കഥകൾ പറഞ്ഞു തരുവാൻ, കന്യാകുമാരിയുടെ ചൈതന്യങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ഒരു വ്യക്തി, ഒരു സുഹൃത്ത്, ഒരു വഴികാട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സുഹൃത്ത്, വഴികാട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ആധ്യാത്മിക വിഷയങ്ങളിൽ ഗവേഷകനാണ്. അതുപോലെ തന്നെ കഥകൾ, ആധ്യാത്മിക വിഷയങ്ങളിൽ നല്ല എല്ലാ രീതിയിലുള്ള കഥകൾ, അതുപോലെ എഴുത്തിൽ വളരെയേറെ തന്നെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ. അദ്ദേഹം ഒപ്പം യാത്ര ചെയ്തുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളും, കന്യാകുമാരിയിലെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ. ശരിക്കും അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരാൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്നയാൾ എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് സ്വായത്തമാക്കുന്നത് എന്ന്. നമസ്കാരം വെങ്ങാനൂർ. ഈ പറഞ്ഞ ആമുഖത്തിനേക്കാൾ കൂടുതലാണ് എനിക്കറിയാം, എന്നാലും ഇപ്പോൾ ഏകദേശം പെട്ടെന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. എങ്കിലും നമ്മൾ യാത്രകൾ, നമ്മുടെ പരിചയം തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ 22 വർഷങ്ങൾക്ക് മുന്നേ ഉദയാമൃതത്തിൻ്റെ യാത്രകൾ, 2 ദശാബ്ദങ്ങളായിട്ടുള്ള. അതെ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കന്യാകുമാരി കഥകൾ ആ പുസ്തക രൂപത്തിൽ നമുക്ക് ലഭിച്ചു. ആ പുസ്തകം ഞാൻ വായിച്ചിട്ട് അതിലെ ഓരോ കഥകളും എവിടെയാണെന്ന് അങ്ങോട്ട് അന്വേഷിക്കുന്നു. അപ്പോൾ അങ്ങ് ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങനെ കണ്ടതാണ് കന്യാകുമാരി. അങ്ങനെയാണ് ഉദയാമൃതത്തിൻ്റെ തുടക്കവും. ഇപ്പോഴും ഞാൻ മറക്കില്ല, വെടിമരുന്ന് കോട്ട, അതുപോലെ തന്നെ ഇരണിയൽ കൊട്ടാരം, പിന്നെ രാജാ കേശവദാസിന്റെ വീട് ഒക്കെ നമ്മൾ പോയതും ആ യാത്രകൾ സംഭവിച്ചത് ഒക്കെ ഒരിക്കലും മറന്നിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം വശ്യ എന്ന നോവൽ, പുതിയ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൻ്റെ ഒരു അനുഭവം അത് നമ്മൾ കാണുമ്പോൾ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അത് കേട്ട നിമിഷം എനിക്ക് തോന്നി, ഇത് മോക്ഷയിലൂടെ എന്നെ കാണുന്ന അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ അത് കേൾക്കുകയും അറിയാൻ വേണം എന്ന് വിചാരിച്ചു. അതായത് മോചിദാസ് മോക്ഷയുടെ എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിരിക്കേണ്ടതായ ഒരു അനുഭവമാണ്. അതൊരു കഥ എന്ന് ഞാൻ പറയില്ല, കാരണം അത് അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അനുഭവത്തിലേക്കാണ് നമുക്ക് കടക്കുന്നത്. പക്ഷെ ആ അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കന്യാകുമാരി ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് നമ്മൾ അത്രത്തോളം ഒക്കെ കന്യാകുമാരി ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ കന്യാകുമാരി എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തന്നെ പ്രകാശവികിരണത്തിലെ ഊർജ്ജ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം കന്യാകുമാരിയിൽ ഭഗവതി ഇരുന്നു കൊണ്ട് കൈലാസനാഥനെ നോക്കിയിരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അങ്ങനെ പറയണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സങ്കല്പത്തിനെ വെച്ചുകൊണ്ട് കന്യാകുമാരിയെ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? അല്ല, ഈ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കേവല പദത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്ന ഒരു അത്ഭുതങ്ങളുടെ ഭൂപ്രദേശമാണ്. പക്ഷെ അത് നമുക്ക് വളരെ പെട്ടെന്ന് അത്ഭുതങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളൊരു മനുഷ്യ ശരീരം കാണുന്നുണ്ടല്ലോ, മനുഷ്യ ശരീരം അതിനുള്ളിൽ എന്താണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അനാട്ടമി അറിഞ്ഞിരിക്കണം. അനാട്ടമി മാത്രമല്ല, ഫിസിയോളജിയും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടെത്താൻ പറ്റൂ. അതുപോലെ ഈ കന്യാകുമാരിയെ തിരിച്ചറിയണമെങ്കിൽ, കന്യാകുമാരി കേവലം 6
നമ്മുടെ താലൂക്കുകളും 1762 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഒരു ഭൂപ്രദേശം മാത്രമല്ല. അതാണ് അതിൻ്റെ ആ ഭൂപ്രദേശത്തിൻ്റെ അളവ്. അത്രയും മാത്രമല്ല ആ കന്യാകുമാരി എന്ന് പറയുന്ന വൈഭവം. അതറിയണമെങ്കിൽ ഓരോ അണുവിനും നമ്മൾ ഓരോ മണൽത്തരിയും ചെകഞ്ഞാലേ കിട്ടുകയുള്ളൊന്നും പഠിച്ചു വന്നിട്ടില്ല. അതുപോലെ ഓരോ അണുവിനും നമ്മളോട് സംസാരിക്കാനുണ്ട്, ഓരോ മൺതരിക്കും നമ്മളോട് സംസാരിക്കാനുണ്ട്. കാരണം ഈ ഓരോ പദങ്ങളിലും അവിടെ ആ ഓരോ പദങ്ങളും ഉൾക്കൊള്ളുന്നത് ഒരു വലിയ വൈഭവങ്ങളാണ്. ഒരിടത്ത് നിന്ന് ഒരു മണൽത്തരിയിൽ നിന്നും നമ്മൾ സഞ്ചരിക്കുന്നത് 1000 മണൽത്തരിയിലേക്കാണ്. ആ 1000 പരിശോധിച്ച വീണ്ടും 1000 ഓരോ മണൽത്തരിയിൽ നിന്നും നമ്മൾ 1000 അങ്ങനെ ഒരു വൈഭവങ്ങളുടെ നാടാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. അത് ശരിയാണ്. കാരണം നമ്മുടെ യാത്രയിൽ ഒരു സംഭവം ഞാനിപ്പോൾ ഒന്ന് ഓർമ്മിച്ചെടുക്കണം. നമ്മളൊരിക്കലും കള്ളിയങ്കാട്ട് നീലിയുടെ ക്ഷേത്രം അങ്ങനെ ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ സമയം ഒന്ന് വൈകിപ്പോയി. അത് കുറച്ചൊരു 6:30 ആയി. അപ്പോഴേക്കും നമ്മൾ ആ സ്ഥലത്തെത്തി. സ്ഥലം കണ്ടുപിടിക്കാൻ നോക്കുമ്പോഴേക്കും ഇരുട്ട് വരും. പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. പക്ഷെ എന്നാലും അമ്പലം ഒന്ന് കണ്ടിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടേക്ക് പോയി. അപ്പൊ ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു വലിയ പാറയും കാടും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒരു വലിയ ചെമ്പകവും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്, കള്ളിയങ്കാട്ട് നെല്ലിയുടെ വിഗ്രഹം എങ്ങനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ് എന്റെ പുറകില് ഒരു സ്ത്രീ, ഒരു വെട്ടുകത്തി പിടിച്ചിട്ടൊരു സ്ത്രീ, അല്ലെങ്കിൽ ആക്രമിക്കാൻ നിൽക്കുന്ന, വെട്ടുകത്തിനൊന്നും ഓർക്കുന്നില്ല, ഒരു ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സ്ത്രീ തൊട്ട് പുറകിൽ നിൽക്കുന്ന പോലെ ഒരു ഫീലിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിലെ വിഗ്രഹം കയ്യിലൊരു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ. അപ്പോ പെട്ടെന്നുണ്ടായൊരു ഞെട്ടൽ നമ്മുടെ ആ യാത്രയിൽ. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ വണ്ടി പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാതായി പോയത്. അപ്പൊ അങ്ങനെയാണ് കള്ളിയങ്കാട്ട് നീലി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ പറയുന്ന നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ചില സങ്കല്പങ്ങളും അതിനെ ഈ പ്രകൃതി അല്ലെങ്കിൽ ആ ഭൂമി എത്രമാത്രം ഉണർത്തുന്നു എന്നുള്ളതൊക്കെയാണ്. പിന്നീട് ഞാൻ പല പ്രാവശ്യം ആ ക്ഷേത്രം അന്വേഷിച്ചു പോയി. പക്ഷെ ആ ക്ഷേത്രമേ അല്ല ഇന്ന് നമ്മൾ കാണുന്നത്. കാരണം നമ്മളന്ന് പോകുമ്പോൾ ആ വനപ്രദേശമൊക്കെ മാറി ഒരുപാട് കോളേജുകൾ, സ്കൂളുകളൊക്കെ വന്നു. നമ്മള് ഈ കന്യാകുമാരി യാത്ര ചെയ്യുന്ന സമയത്തെ പോകാതെ, അതായത് പോകാൻ പറ്റിയില്ലായിരുന്നു. കാരണം എന്റെ പുസ്തകത്തിന് പരിമിതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും എന്റെ അതിനെ റിവൈസ് ചെയ്ത് പുതിയ യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പരിമിതിയുണ്ട്. അപ്പോഴും കുറച്ച് ഒരു വലിയ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കഥ പറയും കന്യാകുമാരി. അതിനും പരിമിതി നിൽക്കുന്നുണ്ട്. ഇനിയും അതുപോലെ ഒരു 10,000 പേജ് കൂടെ വന്നാലേ കന്യാകുമാരി പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പക്ഷേ അതിനുശേഷം ഞാനും മോചിതയിൽ ആ യാത്രയ്ക്ക് ശേഷം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഈ വശിയിലേക്ക് തന്നെ വരാം. വശിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് അവിടെ നമ്മൾ തോവാളയ്ക്കടുത്ത് നമ്മൾ യഥേഷ്ടം ചെയ്തിട്ടുണ്ട്. തോവാളയ്ക്കടുത്ത് ചിറമടം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. ഏതാണ്ട് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഒരു ഭൂപ്രദേശമാണ്. വേണമെങ്കിൽ 4 ചുറ്റും മലയുള്ള ഒരു ഗ്രാമം എന്ന് അതിനെ പറയാൻ പറ്റും. അവിടെ നാഞ്ചിനാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ ഇപ്പോഴും 117 വീടുകളേ ഉള്ളൂ. ഒറ്റപ്പെട്ട മറ്റ് വീടുകൾ ആ ഗ്രാമത്തിൽ വരുന്നുണ്ട്. പക്ഷെ 117 വീടുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷെ 2000 വർഷത്തോളം പഴക്കമുള്ള 2 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ക്ഷേത്രത്തിൻ്റെ, ഒരു മുരുകൻ ക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ 117 വീട്. കാരണം ഒരു ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ അതിനടുത്തോട് ഒരു ജനത രൂപപ്പെടുമല്ലോ. പക്ഷെ അത്ഭുതം എന്ന് പറയുന്നത് ഇവിടുന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് മറ്റൊരു ക്ഷേത്രമുണ്ട്. അതിന് ഏതാണ്ട് 2000 വർഷത്തെ പഴക്കം കാണിക്കുന്നുണ്ട്. അതൊരു മിത്ത് കണക്ഷനാണ്, ഒരു മലയുടെ മുകളിൽ നിന്ന് വന്നത്. അതവിടെ നിന്നോട്ട്. പക്ഷെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വീട് പോലും ഇല്ല. മറ്റേ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇത്രയും വീടുകളുണ്ട്. നമ്മളിപ്പം മുരുകക്ഷേത്രത്തിന്റെ വീടുകളുണ്ട്. ഇതെന്ന് പറയുന്ന പെരുമാൾ ക്ഷേത്രമാണ്. പെരുമാൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രമാണ്. പക്ഷെ അവിടെ ഒരു വീടും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വശി ആരംഭിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വീടില്ലാത്ത എന്തുകൊണ്ടെന്നുള്ളൊരു അന്വേഷണമായിരുന്നു. ഞാനത് പറഞ്ഞു കേട്ടോ. അല്ല എന്ന് പറഞ്ഞാൽ യാദൃശ്യമായിട്ട് ഞാൻ ഈ കഥ പറയും കന്യാകുമാരി ചെയ്യാനായിട്ടുള്ള ഒരു യാത്രയാണ് നടത്തിക്കൊണ്ടത്. അതൊരു അവിടെ നെയ്യൂർ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ കന്യാകുമാരിയിൽ തന്നെയുള്ള ഒരു സുഹൃത്ത്. അദ്ദേഹം വളരെ ഒരു നിഷ്കാമത്തോടു കൂടി എന്നോടൊപ്പം പല സ്ഥലത്ത് സഞ്ചരിച്ചു. അപ്പൊ അതിനിടയിൽ ഞങ്ങൾ അവിടെ ഒരു മുക്കൂടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നുണ്ട്. മുക്കൂടൽ എന്ന് പറയുന്നത് അവിടുത്തുകാർ വിളിക്കുന്നത് മുക്കടൽ എന്നാണ്. മുക്കടൽ എന്ന് പറയുന്നത് മുക്കൂടൽ പറഞ്ഞ് മുക്കടലായി മാറിയാണ്. പക്ഷെ ഈ മുക്കൂടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വീടുകളൊന്നും തന്നെ ഇല്ല. ഈ മുക്കൂടൽ എന്ന് പറയുന്ന ഒരു ഡാമാണ്, ചെറിയൊരു ഡാമാണ്, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. പിന്നീട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ട്രാവൻകൂറിന്റെ ഭാഗമായിരുന്നല്ലോ. പിന്നീട് അത് കല്ല് കെട്ടി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചരിത്രരേഖയുണ്ട്. അപ്പൊ ഈ മുക്കൂടൽ എന്ന് പറഞ്ഞാൽ 3 കൂടലുകളാണ്. അതായത് 3 അരുവികൾ വന്ന് കൂടുന്ന, 3 ചാലുകൾ വന്ന് കൂടുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ഡാമാണ്. അപ്പൊ അവിടെ പോയി ഒരു 10 രൂപ എന്താണെന്ന് തോന്നുന്നു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ
അവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഒരു 11-12 മണിയോളം സമയമാണ്. അതിന് മുകളിൽ ഒന്നും തന്നെ കാണാൻ ഭയങ്കരമായ ചൂടാണ്. ചൂടും വെയിലും എല്ലാം അസഹനീയമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കൗതുകത്തിന് കാണുകയല്ല, ഈ പുസ്തകത്തിന് വേണ്ടി അന്വേഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നല്ല മനോഹരമായൊരു ടാർട്ടർ റോഡുണ്ട്. അത് നമ്മളൊരു 6 അടി പാത എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മുന്നോട്ട് പോയാലും കാണുന്നത് ചൂടും വെയിലുമാണ്, പുറകോട്ട് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമുക്ക് മുന്നോട്ട് പോകാം. ഈ മുന്നോട്ട് പോകുന്ന വഴിയിലാണ് വശ്യയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് ചെല്ലും, ഒരു സ്ഥലത്തും ഒരു വീടുമില്ല, ഇപ്പോഴും ഇല്ല. ഇത് ഏതാണ്ട് ഞാൻ പറയുന്നത് 3 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴും അവിടെ വീടുകളില്ല. അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് ഈ 2000 വർഷം പഴക്കമുണ്ടെന്ന് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ഇങ്ങനൊരു ക്ഷേത്രം കാണുന്നത്. അവിടെ ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, സാർ ഇവിടെ ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ വണ്ടി ഒതുക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1-2 മൊബൈലിൽ കോള് വരുന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു തണലിൽ നിന്നിട്ട് ഈ കോള് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു ഈ നമ്മുടെ വേപ്പ് മരം നിൽപ്പുണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ ഇരിക്കാനായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനിരുന്നു. അദ്ദേഹത്തിന് കോള് വന്നു. അദ്ദേഹം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഞാനൊരു കാഴ്ച കാണുന്നുണ്ട്. ഒരു സാധാരണ ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സാധാരണ കെട്ടിടം കണ്ടു, ഒരു കുഞ്ഞു കെട്ടിടം. വേണമെങ്കിൽ അതിനെ നമുക്ക് അമ്പലം എന്ന് പറയാം. എല്ലാവരും അമ്പലം എന്ന് പറയില്ല. ഇപ്പം മോചിതയുടെ അത്രയും ഞാൻ അമ്പലങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല എങ്കിലും എനിക്കും അങ്ങേക്കും വേണമെങ്കിൽ അമ്പലം എന്ന് പറയാം. കാരണം അതിൻ്റെ ഒരു രൂപഭാവം അതിനുണ്ട്. വട്ടശ്രീകോവിലുള്ള ഫീൽ ചെയ്യും. വട്ടശ്രീകോവിലല്ല. അപ്പം അത് ഞാൻ ഇങ്ങനെ കൗതുകത്തോട് നോക്കി, എന്തായാലും ഒരു നമ്മുടെ വീട്ടിലൊക്കെ ഈ പഴയ കാല കുടുംബങ്ങൾക്ക് തെക്കതെന്ന് പറയും. അതിൻ്റെ ഈ പൂജയില്ലാത്ത തെക്കതുകളുണ്ടല്ലോ, ഈ തകർന്നു പോയ തറവാടുകളിൽ, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കി. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ക്ഷേത്രമായിരിക്കാൻ സാധ്യത ഉണ്ട്, കാരണം ഇതൊരു ക്ഷേത്രത്തിൻ്റെ സമീപത്തായിരുന്നു. ഈ സമയത്ത് എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എവിടുന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. മുഷിഞ്ഞ വസ്ത്രമാണ്, പൊക്കം കുറവാണ്, കറുത്ത നിറമാണ്. ഈ മുണ്ടിങ്ങനെ മുണ്ടുമീൻ ഇങ്ങനെ ലുങ്കി അതിങ്ങനെ ഇതിട്ട് അത് മുഷിഞ്ഞതാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ വന്ന് എന്നെ നോക്കി. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരാളെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ച് അദ്ദേഹം അടുത്തിരുന്നു. അപ്പം അദ്ദേഹം അടുത്തിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ആ സ്ഥലത്തോട്ട് നോക്കി. അത് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ ഈ തമിഴിൽ ഈ അണ്ണ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് വലിയ ബഹുമാനം, അമ്മ എന്ന് വിളിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അണ്ണ അതെന്താണ്? അപ്പോൾ അദ്ദേഹം എന്നോട് തമിഴിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞാൽ അതൊരു ഇശക്കി കോയിലാണെന്ന് പറഞ്ഞു. അപ്പം യക്ഷിക്കോവിലാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൗതുകമായി. കാരണം അപ്പം ഞാൻ ചോദിച്ചാൽ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പം പറഞ്ഞാൽ അത് ആവുടെ അമ്മൻ ഇശക്കി കോയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് വലിയ കൗതുകം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം ഉടൻ തന്നെ എന്നോട് ചോദിച്ച്, ഞാൻ പുസ്തകത്തിന് ഇൻട്രോയിൽ അത് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അല്ല ഇദ്ദേഹം എന്നോട് പറഞ്ഞു തീർന്ന ഉടൻ തന്നെ ഇദ്ദേഹം എന്നോട് ചോദിച്ച്, അത് തുറന്ന് കാണണമോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, തുറന്ന് കാണാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ തുറന്ന് കാണാം. അപ്പം മോയതൊക്കെ അറിയില്ലേ, നമ്മൾ ചില കേരളം വിട്ടുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രം തുറന്ന് കാണിക്കും. എന്തിനെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി. അപ്പം ഞാനിങ്ങനെ ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുന്നിൽ നടന്ന് ഞാൻ പറയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പോക്കറ്റിൽ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ നോട്ടില്ല, 200 രൂപയും പിന്നെ 500 നോട്ടുകൾ. അപ്പം ഞാൻ പെട്ടെന്നൊരു 200 രൂപ നോട്ട് എടുത്ത് ഇങ്ങനെ നീക്കി വെച്ചു ഇദ്ദേഹത്തിന് കൊടുക്കാനും. അപ്പം എൻ്റെ സുഹൃത്തും ഫോൺ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വന്ന് തുറന്നു. അപ്പോൾ ഒരു 5 പടിക്കെട്ട്, ഇപ്പം നമ്മൾ അവിടെ പോകുമ്പോൾ കാണാം 5 പടിക്കെട്ട് ഇങ്ങനെ കയറണം. പടിക്കെട്ടെന്ന് പറയല്ല, 5 പടികൾ കയറണം. അപ്പോൾ 5 പടികൾ കയറിയിട്ട് ഈ ചെറിയ ഡോറാണ്. ചെറിയ ഡോർ ഇങ്ങനെ അകത്തേക്ക് തുറക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ ചെറിയ ഡോർ അകത്തേക്ക് ഇങ്ങനെ തുറന്നു. അപ്പോൾ തുറന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കൽവിഗ്രഹമാണ്. അപ്പോൾ അത് ഏത് ശില എന്നൊന്നും നമുക്ക് ബോധ്യമല്ല. പക്ഷെ അല്പം ഇങ്ങനെ തല ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന വിഗ്രഹം. പക്ഷെ നമുക്ക് ചില വിഗ്രഹങ്ങൾ കാണുമ്പോൾ കൗതുകം തോന്നുമല്ലോ. അതായത് ഈ അരൂപത്തിൽ സ്വരൂപം കണ്ടെത്തുന്ന ജാലവിദ്യ എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുകയല്ലേ. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വലിയ കൗതുകം തോന്നി. ഞാൻ നല്ല എൻ്റെ മനസ്സ് പറഞ്ഞ് നല്ല സുന്ദരിയായ ഒരു വിഗ്രഹം എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു. പക്ഷെ ഞാൻ ഇത് വളരെ സത്യസന്ധമായിട്ട് പറയണത്, ഇപ്പം പ്രേക്ഷകരിത് എങ്ങനെ കേൾക്കും, വിശ്വസിക്കും, ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മോചിത ഉൾക്കൊള്ളും തന്നെ ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മാനസിക രോഗി എന്ന് വിളിക്കും. പിന്നെ പെട്ടെന്ന് എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്ത് ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ അവിടെ ഒരു പൂവില്ല, ഒരു വിളക്കില്ല, എന്നെങ്കിലും പൂജ നടന്ന ഒരു തെളിവ് അവിടെ കാണുന്നില്ല. ഒന്നുമേ അവിടെ ഇല്ല. ആ പ്രദേശം തന്നെ അത്ര വൃത്തിഹീനമല്ല, വൃത്തിയാക്കിയിട്ടില്ലാത്ത ഒരു പ്രദേശമാണ്. ഈ ചുള്ളികളും ഇതും പിന്നെ ഇലകളും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ബോഡി വൈബ്രേറ്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചില്ല, എനിക്ക് പെട്ടെന്ന് തോന്നി ഒന്ന് തുള്ളിയാലെന്തെന്ന് തോന്നി. എൻ്റെ ബോഡി അത്രയ്ക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നുള്ളിയൊക്കെ നോക്കിയപ്പോൾ ഞാൻ നല്ല ബോധത്തിലാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. അപ്പോൾ മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ഈ നെയ്യൂർ ശ്രീകുമാർ അദ്ദേഹം ഇങ്ങനെ
ഇതിനടുത്തേക്ക് വന്നു. കാരണം നേരത്തെ കോമ്പൗണ്ടിൽ അദ്ദേഹം ഇല്ലായിരുന്നു. അപ്പോൾ കോമ്പൗണ്ടിനകത്ത് ഇവരെന്തോ ഒരു കൗതുകമാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ നടന്നു വന്നു. ഒന്നാമത് അദ്ദേഹം എൻ്റെ കൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ ഇത് നല്ല രസമുള്ള വിഗ്രഹം സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നേരെ അതിനടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം അതിനടുത്ത് ചെന്ന്, ഇദ്ദേഹം വിശ്വാസിയാണ്, പക്ഷെ അന്ധമായ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല, ആചാരം നടത്തുന്ന ആളാണ്, ഒരു അനാചാരമുള്ള ഒരാളല്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നടന്നു വന്ന ആ വിഗ്രഹത്തിൻ്റെ മുന്നിൽ, അപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്, എൻ്റെ വൈബ്രേഷൻ ഇങ്ങനെ റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ അടുത്ത് പോയി കുറച്ച് ഒരു ചെറിയ നിമിഷങ്ങൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം മാറി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച്, ഞാൻ സാർ എന്ത് മാറിയതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് മറു ചോദ്യം ചോദിച്ച്, സാറെന്തോ മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാർ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതുപോലെ ഒരിക്കലും നമ്മൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ചോദ്യം വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തല ഇങ്ങനെ വെട്ടിയിട്ട് പറഞ്ഞ്, ഞാൻ മാറി, സാറ് മാറി എന്താണെന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇത് ഞങ്ങൾ സംസാരിച്ച് ഒരു കൺക്ലൂഷൻ വരുന്നതിന് മുമ്പ് ആ മനുഷ്യൻ, അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്നതിന് തൊട്ട് മുന്നേയും ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം അവിടുത്തെ ഈ ഇലകളൊക്കെ ഇങ്ങനെ നുള്ളിപ്പറക്കിയിട്ട് ഇതിൻ്റെ ചുള്ളികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒടിച്ച് അവിടെ ഒരു വൃത്തിയാക്കുന്ന രീതിയിൽ, അവിടെ വൃത്തിയാക്കാനുള്ള വൃത്തികേടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം നടന്നിങ്ങനെ വന്നിട്ട് ചോദിച്ചിട്ട് അടയ്ക്കട്ടോ എന്ന് ചോദിച്ചു, തമിഴിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന 200 രൂപ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് അടയ്ക്കുന്നതിൽ വലിയ കൗതുകമൊന്നും ഇല്ലല്ലോ, കാരണം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു, രണ്ടുപേരും പരസ്പരം ഒന്നും പറഞ്ഞിട്ടില്ല, പൂജയൊന്നും ഉള്ളൊരു ക്ഷേത്രമൊന്നുമല്ല, അങ്ങനെ ഒരു ക്ഷേത്ര സങ്കല്പം അവിടെ കാണുന്നില്ല. അപ്പോൾ ഒരു ടെമ്പിൾ സയൻസ് വർക്കൗട്ട് ചെയ്യുന്നൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹം ഈ സ്റ്റെപ്പ് വീണ്ടും കയറിയിട്ട് ഇങ്ങനെ അടച്ചു. അപ്പോൾ ഈ അടച്ചു എന്ന് പറയുമ്പോഴേ ഈ അടയ്ക്കുന്ന നിമിഷത്തിന് വലിയ പ്രാധാന്യമൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല, കാരണം അടയ്ക്കുന്നു അത്രയേ ഉള്ളൂ. പക്ഷെ ഈ അടച്ചിട്ട് ഈ കൊളുത്ത് അവിടെ പൂട്ടില്ല, ഈ കൊളുത്ത് ഇങ്ങനെ പിടിച്ചിടയാണ്. അപ്പോൾ മൊയ്ത 100% വിശ്വസിക്കുക, ഇദ്ദേഹം ഇങ്ങനെ ഈ അടച്ച് ഈ കൊളുത്ത് ഇങ്ങനെ പിടിച്ചിട്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നുണ്ട്, എൻ്റെ സുഹൃത്ത് അദ്ദേഹം നേരിട്ടല്ല ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് കാണാം അദ്ദേഹത്തെ. പക്ഷെ ഞങ്ങൾ ഞെട്ടിപ്പോയി, ഞങ്ങൾ നിലവിളിക്കുന്ന രീതിയിൽ ഈ ലോക്ക് ഇങ്ങനെ വീണിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയ ശബ്ദത്തോടു കൂടി ഏതാണ്ട് ഒരു 10-15 അടി ദൂരത്തേക്ക്, അതായത് 5 പടികൾ കയറിയാണ് ഈ മുകൾ ഭാഗം, അവിടെ നിന്ന് 10-15 അടി ദൂരത്തേക്ക് ഇദ്ദേഹം തെറിച്ച് വീണു. അപ്പോൾ തെറിച്ച് വീഴുന്ന സ്ഥലത്തൊരു പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ തല ഒരു പക്ഷേ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു വലിയ കൂറ്റൻ പാറയുണ്ട്, ഒരു പാറക്കല്ലിരിപ്പുണ്ട്, ഒരുപാട് പാറകൾ അവിടെയുണ്ട്. ആ കല്ലിൽ ഇദ്ദേഹത്തിൻ്റെ തല ഇടിക്കുകയും വലിയ പ്രശ്നമായി പോകും. പക്ഷേ ഇദ്ദേഹം വീണു. അപ്പം ഞാൻ ഒരു നിമിഷം ഇങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും നിലവിളിച്ച്, ശ്രീകുമാർ സാർ ജീവിച്ചിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് മൊയ്തയ്ക്ക് എപ്പോഴും കാണാം. അപ്പോൾ ഞാനാണ് ഓടിച്ചെന്ന് ഇദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ, നമ്മുടെ യാത്രയിൽ പലതും ചില മൊമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിടിച്ചിങ്ങനെ എണീപ്പിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവള് ചിലപ്പോഴിങ്ങനെ തന്നെ പറഞ്ഞ്, നമ്മൾ മലയാളത്തിൽ കൊളോക്കിൽ പറയില്ലേ, ഇവള് ചിലപ്പോഴിങ്ങനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയില്ലേ, ഇവൻ ഇങ്ങനെ തന്നെ ചിലപ്പോൾ എന്ന് പറയും, ഇവള് ചിലപ്പോഴിങ്ങനെ തന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് പിടിച്ചു. ഞാൻ ഇങ്ങനെ ദേഹത്തൊക്കെ തടവി. അപ്പോഴും അദ്ദേഹം മുണ്ട് ഇത് ചെയ്തിരിക്കുന്നു, മടത്ത് കെട്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിനെ റിലാക്സ് ചെയ്യുന്ന അവിടെ നിന്ന് ഇറക്കണമല്ലോ. അപ്പം നോക്കുമ്പോൾ ഇതിങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തോന്നാണ് സംഭവം, ഇതാരാണ്? അത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പം കുറച്ച് ഇതിൻ്റെ തൊട്ടൊരു ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് ഒരു കിണറിൻ്റെ ഒരു പാടുണ്ട്. കിണറെന്ന് തോന്നും, അത് തോന്നിക്കാൻ കുറച്ചുകൂടെ ഒരു എളുപ്പമുണ്ട്. അതിൻ്റെ അടുത്ത് അവിടെ ഒരു വലിയ വേപ്പ് മരം നിൽപ്പുണ്ട്, അതിനടുത്തൊരു താളിക്കല്ലുണ്ട്, ഒരു താളിക്കല്ല് കിടപ്പുണ്ട്. അപ്പോൾ ഇത് കിണറിൻ്റെ പോർഷനാണ്, അത് നികന്ന് പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞതിനകത്തൊരു സ്പഷ്ടതയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവളെ എല്ലാവരും കൂടെ ചേർന്ന് ഈ കിണറ്റിലാണ് കൊന്നതെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം നിറയെ വീടുകളായിരുന്നു. അവളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമം അഴിഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുവട്ടമുള്ള എല്ലാ ആഗ്രഹാരങ്ങളും എല്ലാ വീടുകളും നശിച്ചു പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അപ്പോൾ എനിക്കൊന്ന് ഇരിക്കണം, കുറച്ച് ഇതായി. അപ്പം വീണ്ടും ആ കൽക്കെട്ടിൽ വന്ന് ഞാനിങ്ങനെ ഇരുന്നു. അപ്പം എൻ്റെ സുഹൃത്ത് വരുന്നു, ഇദ്ദേഹത്തിനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഇരുന്നില്ല. ഇദ്ദേഹം വേറെ എന്തോ പറഞ്ഞു, പോകണമെന്ന രീതിയിൽ സംസാരിച്ചു. അപ്പം ഈ ചോദിച്ചിട്ടുണ്ട് ഇത് കഥ എന്താണ്. അപ്പം അദ്ദേഹം പറയുന്നതിനകത്ത് നമുക്കൊരു അവ്യക്തതയുണ്ട്, എന്താണ് കഥ എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇദ്ദേഹത്തിന് പോകണമല്ലോ. അപ്പം ഞാൻ ഈ രൂപ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, നമ്മുടെ യാത്രയിൽ പ്രദേശങ്ങൾ പറയേണ്ട ചില പ്രദേശങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹം കാശ് വാങ്ങിച്ചില്ല.
അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പൈസക്കല്ല തുറന്നതെന്ന് പറഞ്ഞു. അതും അവ്യക്തതയുണ്ട്. അപ്പോൾ ഞാൻ നിർബന്ധിച്ചു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം പൈസ വാങ്ങിച്ചില്ല. പൈസ ഞാൻ വാങ്ങൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അണ്ണൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കുമരേശനെന്നോ മുരുകേശനെന്നോ ആണ് പറഞ്ഞത്. ഞാൻ പുസ്തകത്തിൽ കുമരേശൻ എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. കുമരേശനോ മുരുകേശനോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ശരി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ എംപെരുമാൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ക്ഷേത്രം കിഴക്ക് ദർശനമാണ്. ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ദർശനം നോക്കിക്കഴിഞ്ഞാൽ 11 കിലോമീറ്റർ നീളമുള്ള താടകാമലയാണ് കാണുന്നത്. വേറെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ താടകാമലയെല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം അതിൻ്റെ മുന്നിലൂടെ ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് നടന്നുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞു ഇദ്ദേഹം പോയി. അപ്പോൾ ഞാൻ സാർ നമുക്കിത് അന്വേഷിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാറിന് എൻ്റെ അത്ര ഇത് അന്വേഷണ ത്വര ഇല്ല, അദ്ദേഹം അത്ര താല്പര്യം കാണിച്ചില്ല. അപ്പം ശരി സാർ എനിക്ക് വേണ്ടി അദ്ദേഹം അന്വേഷിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് നടന്നു പോയല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോയി കുമരേശൻ നടന്നുപോയി ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് നടന്നുപോയി. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കല്ലുകെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇരട്ടമീൻ, അതായത് പാണ്ഡ്യ രാജാക്കന്മാരുടെ നിർമ്മിതിയാണ്, അതിനകത്ത് ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി ഇങ്ങനെ നടന്നു. ക്ഷേത്രം അടച്ചിരിക്കുകയാണ്. ക്ഷേത്രം അടച്ചത് ഒരു പൗരാണിക ക്ഷേത്രമാണ്. നമുക്കങ്ങ് വലിയ ഇപ്പോൾ മധുര മീനാക്ഷി പോകുന്ന ഫീലൊന്നും ഇല്ല. അപ്പോൾ ആ ഭാഗത്തോട് ഞാനൊന്ന് നടന്നു. അവിടെ എന്തായിരിക്കും നടന്നു പോയപ്പോൾ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് അതുവഴി ഒരാളിന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല, അവിടെ പോകാൻ പറ്റുന്ന ഒരു വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് നിന്നു. പിന്നീട് ഞാൻ ഏതാണ്ട് 2.5 വർഷക്കാലം കുമരേശനെയും മുരുകേശനെയും അന്വേഷിച്ച് നടന്നിട്ട് ഇങ്ങനെ ഒരാളെ ആ വില്ലേജിൽ ഇല്ലെന്നാണ് വില്ലേജ് മുഖ്യനായ ഗ്രാമമുഖ്യനായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഡോക്ടർ CS ശിവദാണുപിള്ള സാറ്. അദ്ദേഹത്തിന് ഞാൻ ഡോക്ടർ CS ശിവദാണു എന്ന പേരിൽ ഇതിനകത്ത് ക്യാരക്ടറാണ്, എൻ്റെ പുസ്തകത്തിൽ ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞു. അതുപോലെ ആ ഗ്രാമത്തിലുള്ള കുറേ അധികം ആളുകളുമായിട്ട് 2-2.5 വർഷം ഞാൻ സംവദിച്ചിട്ടുണ്ട്. അവർക്കാർക്കും ഇങ്ങനെ ഒരു രൂപമേ അറിയില്ല. ഈ പേരുകളുള്ള ചില ആൾക്കാർ അവിടെ ഉണ്ട്, പക്ഷെ അവരെല്ലാം ഞാൻ കണ്ടിട്ടുമുണ്ട്. അവരൊന്നും ഈ രൂപത്തിലുള്ള ആളെ അല്ല. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ബോധതലത്തിൻ്റെ വേറൊരു സംഭവമാണോ അതോ ഇനി നമുക്ക് അതീന്ദ്രിയമായിട്ട് ലഭ്യമായ ഒന്നാണോ എന്നറിയില്ല. അപ്പം ഞാൻ പെട്ടെന്നത് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ശ്രീകുമാർ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഈ ചിറമഠം എന്ന പേരെൻ്റെ മനസ്സിലില്ല. ചിറമഠം എന്ന് പറയുന്നത് ചിറയെന്ന് പറഞ്ഞാൽ ജയിലെന്നാണ് അർത്ഥം. മുമ്പേ ഉള്ള ജയിലെന്നാണ് എൻ്റെ മീനിങ്. അത് ഇതാണ് നമ്മുടെ മുരുകനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വാറൻ വിക്ടറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം വാറൻ വിക്ടറിയുടെ ഗോഡാണല്ലോ. അപ്പോൾ ഞാൻ ഈ റോഡിൽ മുന്നോട്ട് പോകുന്നു ജനങ്ങളെയിൽ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഇവിടെ ഒരു വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഒരു ഒറ്റ മരം കണ്ടു. ആ മരം ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ ചൂട്ടിൽ അദ്ദേഹം നിന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു കോളും വന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു സംശയമുണ്ട്, ഇവിടെ എവിടെയോ ഒരു ഗ്രാമമുഖ്യൻ, ആ ഗ്രാമമുഖ്യൻ്റെ പേര് ഡോക്ടർ CS ശിവദാണുപിള്ള എന്നാണ്. അദ്ദേഹം ഈ നാഞ്ചിൽ പിള്ളമാരുടെ അതിൽ വരുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ എൻ്റെ അറിവാണ്, ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ സിംഗം ശിവദാണുപിള്ള എന്ന പേരിൽ സർ CP രാമസ്വാമിയരുടെ ഒരു വലം കൈയായി പ്രവർത്തിച്ച ഒരാളാണ്. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ CS ശിവദാണുപിള്ള എന്ന് പറയുന്ന ഗ്രാമമുഖ്യൻ സെമീൻദാറിനെ എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഇതിലുണ്ട്. എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ശ്രീകുമാർ സാറിനോട് സാർ അതൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തു. വലിയ സ്നേഹത്തോടെ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് ഞാൻ കേരളത്തിലായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ നിൽക്കുന്ന സ്ഥലം അത്ര പറയാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു എംപെരുമാൾ ക്ഷേത്രം ഇങ്ങനെ ബോർഡ് കണ്ടു. അത് ശ്രീകുമാർ സാർ തമിഴിലാണ്, ഞാൻ അത്രയ്ക്ക് തമിഴ് വായിക്കില്ല, കൂട്ടിയൊക്കെ വായിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ അതിനടുത്ത് ഒരു ആവുടെ അമ്മൻ ഇശക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഞങ്ങൾ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഈ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചുമരിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ അത് ഈ കുമ്മായ ഇളകി കുറച്ച് പോർഷനുണ്ട് അവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തല്ലോ, ഈ കുമരേശൻ പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ഭയപ്പാടോടെ ചോദിച്ചു, അയ്യോ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. തമിഴിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സാർ. അയ്യോ സാർ അവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ഇങ്ങി പോരാ, സ്ട്രെയിറ്റ് പോകുന്ന മതി പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഒരു വളരെ പ്രമുഖനായ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും മാനറിസും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇദ്ദേഹം ഡോക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ 2 മക്കളും ഡോക്ടേഴ്സാണ്, 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഞങ്ങളെ കാത്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ട്. ഇദ്ദേഹത്തിന് അവിടെ ഒരു സ്വന്തമായ ക്ഷേത്രമുണ്ട്, അതിനോട് ചേർന്ന് ഈ മുരുക ക്ഷേത്രമുണ്ട്, വലിയ ബംഗ്ലാവും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അദ്ദേഹം ചെന്ന ഉടൻ ചോദിച്ച് അവിടെ എന്തിനു പോയി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സാർ ഞങ്ങളിങ്ങനെ വരികയാണ്. അപ്പം ഞങ്ങളെ കണ്ടതിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. ഇങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ ചെയ്തതാണ്.
അപ്പോൾ അതേ എൻ്റെ കയ്യിലും സാറിൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ രണ്ട് സൈഡിലും അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ് അവിടെ ഈ എൻ്റെ മക്കൾ അതുവഴി പോകാറില്ല, 2 മക്കളും ഡോക്ടേഴ്സാണ്, എൻ്റെ മക്കൾ അതുവഴി പോകാറില്ല, പിന്നെ ഗർഭിണികളായ സ്ത്രീകളും അതുവഴി സഞ്ചരിക്കാറില്ല എന്ന് പറഞ്ഞു. സാറ് മറ്റേ വിഷയമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് ഈ സമയം ഏതാണ്ട് ഒരു 1 മണി 2 മണി ടൈമാണ്. ഇത് ഏതാണ്ട് ഒരു 7-8 മണി വരെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇങ്ങനെ കട്ടൻ ഇട്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അദ്ദേഹം ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കുമരേശൻ പറഞ്ഞതും ഈ ഗ്രാമമുഖ്യനായ സെമീന്ദാറായ ഈ ഡോക്ടർ CS ശിവനാളുള്ള അദ്ദേഹം പറഞ്ഞതും തമ്മിൽ ഒരു ചേർച്ചയില്ല. രണ്ടും ഏതാണ്ട് തെറിച്ചു നിൽക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ 2 വിഷയങ്ങളും സമാന വിഷയമാണ്. ഇതിൻ്റെ ഒരു കുറച്ച് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമാണ് വിഷയമാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ വശ്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോയത്. അപ്പോൾ ഇതിനകത്ത് ഈ വശ്യയിൽ പ്രധാനമായിട്ട് 3 ക്യാരക്ടേഴ്സാണ്, 15ഓളം പ്രധാന ഇതുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്ന വശ്യ എന്ന് പറയുന്ന സ്ത്രീയാണ്, ഒരു മ്യൂസിക് ടീച്ചറാണ്, അവരിലൂടെയാണ് കഥ പോകുന്നത്. പിന്നെ ഇതിൽ 2 കുട്ടികളാണ്, മാസ്റ്റർ അനന്തും മാസ്റ്റർ തോബിയാസ് എന്ന് പറയുന്ന 2 കുട്ടികൾ കേരളത്തിൽ നിന്ന് അവിടെ മോചിത വായിച്ചിരിക്കും, അവിടെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഞങ്ങൾ 2 പേരാണ്, ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്നായിരുന്നു ഞാൻ പിന്നെ ഒരു 2 വർഷക്കാലം പരിശോധിച്ചു. ഏതാണ്ട് 7 മാസം കൊണ്ടാണ് ഈ പുസ്തകം എഴുതി പൂർത്തീകരിച്ചത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ ഇതിൻ്റെ വേളകളിലെല്ലാം ഇതിൻ്റെ ഒരു സാധ്യത ഇപ്പം നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ ലോകപ്രശസ്തരായ പാരാസൈക്കോളജിസ്റ്റുകളിൽ വളരെ ചുരുക്കം പേരിലുള്ള ഒരാളാണ് ഡോക്ടർ ജോർജ് മാത്യു സാറ്. അപ്പോൾ ജോർജ് മാത്യു സാറായിട്ട് ഞാൻ നിരന്തരമായി കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കൺസൾട്ടേഷന് ശേഷമാണ് ജോർജ് മാത്യു സാറിന് നമ്മുടെ ഈ ഇതിലൊക്കെ ആത്മാവിലൊക്കെ റിസർച്ച്. അതെ തീർച്ചയായിട്ടും സോളർ റിസർച്ച്, പ്രേതാത്മകളൊക്കെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള, അത് വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ പലരും പോയിട്ടുണ്ട്. പലരും പലപ്പോഴും അദ്ദേഹത്തിന് ഈ യക്ഷിയെ പിടിക്കുന്ന ഒരാളായിട്ടൊക്കെയാണ് ഈ നമ്മളെ സോഷ്യൽ മീഡിയ പലപ്പോഴും കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അദ്ദേഹം വളരെ വളരെ ഗൗരവമായ വിഷയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ജോർജ് മാത്യു സാറിനോടുള്ള ഒരു കൺസൾട്ടേഷന് ശേഷമാണ് ഈ ടൈം സ്ലിപ്പ് എന്ന് പറയുന്ന ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ പരിശോധിക്കാൻ തുടങ്ങിയതും ആ സാധ്യതയാണ് ഈ പുസ്തകത്തിൽ. ഞാൻ മോയിത് ആ ഭാഗം എത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഈ 2 കുട്ടികളുണ്ടല്ലോ, അവർ ഈ വശ്യയോട് പറഞ്ഞതിന് ശേഷം അവർക്കൊരു ടൈം സ്ലിപ്പിൽ വളരെ പ്രധാനമായിട്ട് അവർ ഒരു മയക്കത്തിലാണ്. ആ മയക്കത്തിൽ അവർ കൈലാസത്തിൽ വരുന്നുണ്ടാകും. കൈലാസത്തിൽ ജസ്റ്റ് പഞ്ചകൈലാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഉറക്കത്തിലേക്ക് പോകുന്നു. അത് ഇതാണ്. അതുപോലെ അവർ വിയറ്റ്നാമിലേക്ക് പോയിട്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗുഹയിൽ അവർ പ്രവേശിക്കാൻ പറ്റില്ല, ഗുഹയിൽ അവർ എത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അല്ലാതെ ഒരു അന്ധമായ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയല്ല. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് എനിക്കുണ്ടായിരുന്നു ഈ എല്ലാ തലമുറയും ഒരുപോലെ വായിക്കണമെന്ന്. അപ്പോൾ അതിപ്പോൾ പുസ്തകത്തിൻ്റെ തുടക്കമാണ്. ഈ തുടക്കത്തിൽ തന്നെ കുട്ടികൾ മുതൽ അവരുടെ മുത്തച്ഛനും മുത്തശ്ശിയും വരെ വായിക്കുന്ന തരത്തിലേക്ക് ഈ പുസ്തകം കടന്നു വന്നിട്ടുണ്ട്. അതായത് ഇതിപ്പോ ഒരു പുസ്തകമല്ല, ഇത് 5 പുസ്തകം. അതെ, ഇത് 5 പുസ്തകമാണ്, 5 വിഷയമാണ്. ഇത് വശ്യ സീരീസ് ആണ്. പക്ഷെ വശ്യ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു പുസ്തകത്തിന് വേറൊരു പുസ്തകമായിട്ട് ബന്ധമില്ല. പക്ഷെ ഏതാണ്ട് ടോപ്പിക്ക് പാരാസൈക്കോളജിയാണ്. ഇപ്പൊ 1ാമത്തെ പുസ്തകത്തിന്റെ പേര് വശ്യ ഒരു സംഭവ കഥ എന്നാണ്. വശ്യ ടൈറ്റിൽ ബോൾഡായിട്ട് നിൽക്കുമെങ്കിലും 2ാമത്തത് വശ്യ ഒരു വഞ്ചനയുടെ കഥ, 3 വശ്യ ഒരു പ്രതികാരത്തിന്റെ കഥ, 4ാമത്തത് വശ്യ ഒരു പാതിരാവിന്റെ കഥ, 5ാമത്തത് വശ്യ ഒരു വിസ്മയ കഥ. അപ്പൊ ഈ 5 കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത്രയും വലിയ എക്സ്പീരിയൻസ് എനിക്കില്ല. ഈ 1ാമത്തെ കഥയുടെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഈ ബാക്കി 4 കഥകളും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ എക്സ്പീരിയൻസോ എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് ലഭ്യമായത്. ഈ 5ാമത്തതിലേക്ക് വരുമ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 15-20 വർഷങ്ങൾക്കും ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്ന ആ കാലയളവിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു വിഷയമാണ് 5ാമത്തത് വശ്യ ഒരു വിസ്മയ കഥ. അതോടുകൂടിയാണ് ഇത് ക്ലോസ് ചെയ്യപ്പെടുന്നത്. Mochita's Moksha, Journey to the Self.